ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 8 മന്ത്സ് കംപ്ലീറ്റ് ആയ ബേബി ഫുഡ് റുട്ടീനാണ്. മോനിപ്പോൾ ഞാൻ 3 മീൽസ് പ്ലസ് 2 സ്നാക്സ് ആണ് കൊടുക്കാറ്. ഇതിൽ തന്നെ മീൽസിൽ ചേഞ്ച് വരാറുണ്ട്, സ്നാക്സിൽ ഇടയ്ക്ക് ചേഞ്ച് വരാറുണ്ട്. 1 ഡേ ഫുഡ് റുട്ടീനാണ് ഇതിൽ കാണിക്കുന്നത്. കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ ശേഷം അവന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. അതിനുശേഷം ഫോർമുല മിൽക്ക് ഞാനൊരു 90 ml കൊടുക്കും. ഒരു നേരം ഫോർമുല മിൽക്ക് കൊടുക്കുള്ളൂ. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ ശേഷം അവന് ഞാൻ റാഗി കൊടുക്കും. കൂരവിൽ കുറച്ച് പനങ്കർക്കട്ട്, അധികം മധുരം ചേർക്കാറില്ല, ചെറിയ അളവിൽ പനങ്കർക്കണ്ട് ചേർത്ത് റാഗി കുറുക്കിയെടുത്താണ് അവന് ആദ്യത്തെ സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റാഗി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കുറുക്കിയെടുക്കാറ്. റാഗി ഞാൻ തീരെ അങ്ങ് കുറുക്കിയെടുക്കാറില്ല. ചെറിയൊരു ലിക്വിഡ് കൺസിസ്റ്റൻസി ഉള്ളപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാറാണ് പതിവ്. ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ റാഗി ഈ ഒരു പരുവത്തിലെത്തും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുടിക്കാനാണ് അവന് ഇഷ്ടം. എല്ലാ സോളിഡ് കഴിയുമ്പോഴും കുറച്ച് വെള്ളം കൊടുക്കാറുണ്ട്. അവൻ ബോട്ടിലാണ് വെള്ളം കുടിക്കാറ്. ഞാൻ ഓപ്പൺ കപ്പിലും കൊടുക്കാറുണ്ട്. ബോട്ടിലാണ് കുറച്ചുകൂടെ അവന് കൺവീനിയൻറ്റ്. ഒരു 3-3.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവന് സ്നാക്ക് കൊടുക്കും. ഇന്നിപ്പോൾ കൊടുക്കുന്നത് ബനാനയാണ്. ഏത്തപ്പഴം പുഴുങ്ങിയാണ് കൊടുക്കുന്നത്. ഏത്തപ്പഴം ആവിയിൽ വെച്ച് നന്നായി പുഴുങ്ങിയെടുത്ത ശേഷം അത് ഒരു പാത്രത്തിലെടുത്ത് വെച്ച് നന്നായി സ്മാഷ് ചെയ്യുക. അതിനുശേഷം ഗീയിൽ കുറച്ചൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടാണ് അവന് കൊടുക്കാറ്. അതാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഹാഫ് ബനാനയാണ് കൊടുക്കാറ്. ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു കുക്കറിൽ വേവിച്ച ചോറും ദാലും ക്യാരറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഫി വെജിറ്റബിൾ, ചീരയോ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ട് ഉടച്ചിട്ടാണ് അവന് കൊടുക്കാറ്. എന്തെങ്കിലും വെജിറ്റബിൾ ഒന്നും ചെല്ലട്ടെ എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ക്യാരറ്റ് പ്യൂരി ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഇത് കഴിക്കാൻ വലിയ പാടാണ്, എന്നാലും കഴിക്കും. അത് കഴിഞ്ഞ് കൊടുക്കാറ് ഓട്സ് ആപ്പിളാണ്. ആപ്പിളിൻ്റെ ഒരു 1/4 എടുക്കുക. ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ ശേഷം അത് ആവിയിൽ നന്നായി പുഴുങ്ങിയെടുക്കുക. ശേഷം ഓട്സ് നന്നായി തിളച്ച് വരുമ്പോൾ ഈ പുഴുങ്ങിയ ആപ്പിൾ കൂടെ അതിൽ ആഡ് ചെയ്ത് നന്നായി കുറുക്കിയെടുക്കുക. ഓട്സ് ആപ്പിൾ അവന് വളരെ ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞിന് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ഫുഡ് കൊടുക്കാറില്ല. അവന് ആവശ്യമാണെങ്കിൽ കൊടുക്കും, വേണ്ടെന്നാണെങ്കിൽ കൊടുക്കാറില്ല. അവന് ഡിന്നറായിട്ട് കൊടുക്കാറ് ഏത്തയ്ക്കാക്കുറുക്കാണ്. കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുന്നേ ഫുഡ് കൊടുക്കുക. അതിനുശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം ബേബിയെ കിടത്തി ഉറക്കും. ബ്രസ്റ്റ് ഫീഡ് ചെയ്താണ് അവനെ ഉറക്കാറ്. ഈ ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ ഇൻ ബിറ്റ്വീൻ ഡിമാൻഡ് ഫീഡിങ് ചെയ്യാറുണ്ട്. അവനാവശ്യമാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാറുണ്ട്.